ഏറ്റവും വലിയതും ഏറ്റവും ഉപകാരപ്രദവുമായ ഒരു ജിഹാദിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഈ ദർസിൽ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അറിയുക, അത് മനുഷ്യൻ തൻ്റെ നഫ്സിനോട് നടത്തുന്ന ജിഹാദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഖുതുബത്തുൽ ഹാജയിൽ, വെള്ളിയാഴ്ച ദിവസവും മറ്റും നടത്തുന്ന ഖുതുബയുടെ തുടക്കത്തിൽ പറയുന്ന ഖുതുബത്തുൽ ഹാജയിൽ, അതിൻ്റെ തശഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം കാവൽ തേടിയ ഒരു വിഷയം, ഇന്നൽ ഹംദലില്ലാഹ്, സ്തുതികൾ അഖിലവും അല്ലാഹുവിനാകുന്നു, നസ്തഈനുഹു, നാം അല്ലാഹുവിനോട് ഇസ്തിആന നടത്തുന്നു, വനസ്തഗ്ഫിറുഹു, നാം അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു, വനഊദു ബില്ലാഹ്, നാം അല്ലാഹുവിനോട് ശരണം തേടുന്നു, രക്ഷ തേടുന്നു, മിൻ ശുറൂരി അൻഫുസിന, നമ്മുടെ നഫ്സുകളുടെ ഷർറിൽ നിന്ന്, നമ്മുടെ നഫ്സിന്റെ ഷർറ്, നമ്മുടെ മനസ്സിന്റെ ഷർറ്, അതിൻ്റെ ഷുറൂറാണ്, ഷർറുകളാണ്, ഒരു ഷർറല്ല, ഒരുപാട് ഷർറുകളാണ്. അപ്പോൾ അൻഫുസുകളുടെ, മനസ്സിന്റെ ഷർറുകളിൽ നിന്നും, വസയ്യിആതി അഅമാലിന, ഞങ്ങളുടെ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടുന്നു. അപ്പോൾ മനസ്സ് എപ്പോഴാണോ മോശമായി തീരുന്നത്, മനസ്സ് പറയുന്നത് കേൾക്കുമ്പോഴാണ് സയ്യിആത്ത് അമലായി വരുന്നത്. നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നത് ഷർറുകൾ, ആ ഷർറുകൾ അമലാക്കുമ്പോൾ അത് പ്രവൃത്തി പദത്തിൽ വരുന്നു. അതാണ് വസയ്യിആത്തി അമാലിന, മനസ്സിന്റെ ഷർറും മോശമായ പ്രവർത്തനവും, അവ തമ്മിലുള്ള കണക്ഷൻ അതാണ്. ചില ആളുകൾ ധരിച്ചിട്ടുള്ളത് മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് ഇബ്ലീസ് കാരണത്താലാണ് എന്നാണ്. തെറ്റാണത്. ശൈത്താൻ പ്രേരിപ്പിക്കുന്നേ ഉള്ളൂ, ഉള്ളതിനെ വർദ്ധിപ്പിക്കുന്നേ ഉള്ളൂ. അവൻ്റെ അസ്ലിയായ ഷർറ് അവൻ്റെ നഫ്സിലാണ്. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ, വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ. നഫ്സിന് അള്ളാഹു ആ നഫ്സിനെ സംവിധാനിച്ചു, അതിൻ്റെ ഫുജൂറും അതിൻ്റെ തഖ്വയും നഫ്സിൽ അള്ളാഹു സ്ഥാപിച്ചു. അള്ളാഹു സ്ഥാപിച്ചതാണ്. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ശൈത്താനുകൾ അതിനെ പ്രേരിപ്പിക്കുകയും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രം. എന്നാൽ അസ്ലിൽ മനുഷ്യനാണ്, അവൻ്റെ നഫ്സാണ് തിന്മയുടെ കാരണക്കാരൻ. ചില ആളുകൾ ചോദിക്കും, റമളാനിൽ ശൈത്താനിനെ കെട്ടിയിടുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ടും പലരും തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ആ ചോദ്യത്തിൻ്റെ മറുപടിയാണത്. പിശാച് മാത്രം കാരണം കൊണ്ടല്ല ജനങ്ങൾ തെറ്റ് ചെയ്യുന്നത്, അവരും തെറ്റിൻ്റെ ഏറ്റവും വലിയ കാരണക്കാരാണ്. പിശാച് അതിന് പ്രേരണ നൽകുന്നു എന്ന് മാത്രം. ആ പ്രേരണ കുറയും, അല്ലാതെ അസ്ലിയായി മനുഷ്യന്റെ നഫ്സിൽ ഒരു ഷർറുണ്ട്. ആ ഷർറിൽ നിന്ന് പ്രവാചകൻ കാവൽ തേടിയിരുന്നു. ആ ഷർറു കൊണ്ടാണ് അമലുകളിൽ തിന്മകൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒന്ന് അവൻ്റെ മനസ്സ് തന്നെയാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു മനുഷ്യന്റെ മനസ്സാണ്. നിരന്തരമായി മനസ്സിനെ വിചാരണ ചെയ്യുകയും മനസ്സിനെ അടക്കി വെക്കുകയും മനസ്സിനോട് യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിക്കുകയും ചെയ്തവനു മാത്രമാണ് വിജയം. ശ്രദ്ധിക്കുക.